ചേച്ചി ഇത്രയും എനിക്കോട് പന്തം പേടിച്ച് പന്തത്തിൽ ചെന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങള് ഈ ഞായറാഴ്ചയെങ്കിലും ഈ കത്തനാന്റെ കത്തി കേൾക്കേണ്ടതോ എന്ന് കരുതി നേരത്തെ ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചവര് ഡിസപ്പോയിന്റഡ് ആണ് എന്ന് എനിക്കറിയാം. കാരണം ഈ കത്തനാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കത്തി വെക്കുമെന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. സഹോദരനെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മള് സെലിബ്രേറ്റ് ചെയ്ത ആഘോഷിച്ച ക്രിസ്തുമസിന്റെ ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ്. ഡിസംബർ 25-ാം തീയതിയാണ് ട്രഡീഷണലി നമ്മുടെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ആ ആഘോഷം കഴിഞ്ഞിട്ട് ഇന്ന് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ ഒരു ആഘോഷത്തിന് എന്ത് പ്രസക്തി, എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത്? ഇത് വെറും ഒരുമിച്ച് കൂടി കുറച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് സൗഹൃദങ്ങളൊക്കെ പുതുക്കി തിരിച്ചു പോകുവാനുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ പലരും കരുതിയേക്കാം. ഇത് എല്ലാ വർഷമുള്ള ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ മലയാളികൾ ഒന്നിച്ചു വരുമ്പോൾ നല്ലൊരു കൂട്ടായ്മയുണ്ട്. പല കാരണങ്ങളാലാണ് നമ്മൾ ഒന്നിച്ചു കൂടുക. അപ്പോൾ സഹോദരൻ, ക്രിസ്തുമസ് എന്ന് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ക്രിസ്തുവിന്റെ ജനനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനനം എന്നുള്ളതാണ്. നമ്മൾ ഏത് മതസ്ഥരായാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമ്മളിൽ ഭൂരിപക്ഷവും. അപ്പോൾ ദൈവം എന്നിൽ എന്ന് വസിക്കുന്നുവോ, ദൈവം എന്നിൽ എന്ന് ജനിക്കുന്നുവോ അന്നാണ് ക്രിസ്മസ്. ഒരു ദിവസമോ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മാറ്റിവെച്ചത് കൊണ്ട് അല്ലെങ്കിൽ അത് ദൈവത്തെ ഓർത്ത് ദൈവം ഇതാണ് ജനിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ച് ആ ദിവസത്തെ മാറ്റി നിർത്തുമ്പോൾ അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മൾ പലരും കടന്നു വരുന്നില്ല. കാരണം അതൊരു ആഘോഷമായിട്ട് മാറുകയാണ്. നമ്മളിൽ പലരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്നിൽ ജനിച്ച ദിവസമാണ്. ഏത് മതസ്ഥരായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നിൽ ജനിക്കണമെങ്കിൽ ദൈവം ആരാണ് എന്നും ഞാൻ ആരാണ് എന്നും എനിക്കറിയാം. ഞാൻ ആരാണ് എന്നും അറിയാതെ ദൈവത്തെ എനിക്ക് അറിയുവാൻ സാധിക്കുകയില്ല. ദൈവം എന്നെ അറിഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ഏത് മതസ്ഥരായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതാദ്യം ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങി പോകലാണ് എന്ന് നമുക്ക് എല്ലാവരും അറിയാം. ഇതാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ സഹോദരനെ, ദൈവം എന്നിൽ ജനിക്കാതെ എന്നെ സൃഷ്ടിച്ച ദൈവത്തെ അറിയാതെ ആ ദൈവത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ദൈവം എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ അംഗീകരിക്കുവാനും ആ ദൈവം എന്നിൽ വസിച്ച് ജനിച്ച് പുതിയ ഒരു സൃഷ്ടിയാക്കി എന്നെ മാറ്റുവാൻ കഴിയും എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അതിനുള്ള അർത്ഥങ്ങൾ കണ്ടെത്ത്. നമ്മളെല്ലാവരും ക്രിസ്തുമസിനും ന്യൂ ഇയറിനും ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ മെരി ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്യാറുണ്ട്. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേരാണ് ഹാപ്പി ആയിട്ടുള്ളവര്? ഈ 2012 തുടർച്ചയായിട്ട് 2013 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. 2012 ഡിസംബർ മാസം 31-ാം തീയതി ചെയ്ത കാര്യങ്ങൾ, അതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 2013 ജനുവരി 1-ാം തീയതിയും കൂടെ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കവരും എഴുന്നേൽക്കുന്നത്. അതേ ഡ്യൂട്ടി, അതേ ജോലി, അതേ തിങ്കിങ്, അതേ ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെയാണ് നമ്മളിൽ മിക്കവരും കണ്ടുപോകുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി സെയിം ഫാമിലി,
അതിന് യാതൊരു അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്ന കാരണം ഇതൊക്കെ ഒരു റിച്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹാപ്പി ആകാതെ, ഞാൻ ന്യൂ ആകാതെ എനിക്കങ്ങനെ മറ്റുള്ളവരെ ഹാപ്പി ന്യൂ ഇയർ എന്ന് വിശ്വസിക്കാൻ സാധിക്കും. സഹോദരൻ, ഇതൊക്കെയാണ് ഒരു ചലഞ്ച്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. First and foremost, we are called to be happy, and secondly, we are called to be new. When we are happy and when we are new, we are able to give something to others. We have something to give. We are in possession of God, and God has possessed us. And that is the message that God gave us today. So, നിങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഈദ് ആഘോഷിക്കുമ്പോൾ, ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ, സഹോദരനെ ഒരു മിനിറ്റെങ്കിലും, ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ചോദിക്കുവാൻ സാധിക്കുമെങ്കിൽ, ഞാൻ ഹാപ്പി ആണോ, ഞാൻ ന്യൂ ആണോ, അതോ നമ്മൾ അക്കൗണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ is it just brought forward? Is there anything new in me? Can I think differently? Can I think anything new? That's a question I think we all need to ask ourselves. And let us allow God to take part in us. ഇപ്പോൾ കുഞ്ഞുമക്കള് ഇവിടെ തവള കാണിച്ചു. ഇതൊക്കെ ഒരു എന്താ പറയുക, ചിലർക്ക് മനസ്സിലായി കാണും, ചിലർക്ക് മനസ്സിലായില്ലായിരിക്കും. പക്ഷേ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വലിയവരാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കണ്ടത്. ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വലിയവരാക്കുന്ന ഒരു സംഭവം. നമ്മളെല്ലാവരും വലിയവരാണ്, വലിയവരായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വെറും കീടങ്ങളല്ല, വെറും ജീവികളല്ല, 60, 70, 50 വയസ്സ് ജീവിച്ച് മരിച്ചു പോകുവാനുള്ള വ്യക്തികളല്ല നമ്മൾ ആരും. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മൾക്ക് എല്ലാവർക്കും ഒരു പുനർജന്മമുണ്ട്. നമ്മള് ഹിന്ദുക്കളാണെങ്കിൽ അവർ പറയും ദൈവത്തിന് ഒന്നായി തീരുക, അതാണ് അവരുടെ പല റീതർക്കുകൾ കൊണ്ട് ദൈവമായിട്ട് ഒന്നിച്ചേരുമ്പോൾ അവരുടെ ജീവിത ലക്ഷ്യം അവർ കണ്ടെത്തുന്നു. മുസ്ലിംസായിക്കോട്ടെ, അവര് അള്ളാഹുമായിട്ട് ഒന്നിച്ചേരുമ്പോൾ അള്ളാഹു എവിടെയായിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിത യാത്ര പൂർത്തീകരിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികളാണെങ്കിൽ ദൈവത്തിൽ ഒന്നായിക്കൊണ്ട് ദൈവമായി ജനിച്ച് ആ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ആ ദൈവത്തെ എന്റെ ജീവിതത്തിൽ ജനിപ്പിച്ച് വളർന്ന് ഞാൻ പുതിയൊരു സൃഷ്ടിയാകാൻ വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സഹോദരനെ ക്രിസ്തുമസിനും ഈ ആഘോഷങ്ങൾക്കും ന്യൂ ഇയർ ആഘോഷങ്ങൾക്കൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു പുതിയ ജീവിയായി എന്തെങ്കിലും പുതിയതായിട്ട് ന്യൂ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കണ്ടെത്തുക. നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ എന്തെങ്കിലും ന്യൂ കണ്ടെത്തുക അവളില്. നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ എന്തെങ്കിലും ന്യൂ, നിങ്ങളുടെ മക്കളില് എന്തെങ്കിലും ന്യൂ കണ്ടെത്തുക, അവരെ ഹാപ്പിയാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് ഇന്നലെ കണ്ട ഭാര്യയായിട്ട് കണക്കാകാതെ ഇന്നലെ കണ്ട ഭർത്താവായി കണക്ക് നോക്കി ഇവൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെയാണ്, എന്റെ ദൈവമേ എന്തിനായി ഈ സാധനത്തിൽ എനിക്ക് തന്നത് എന്ന് ഓർത്ത് രാഗി നിറന്നുകൊണ്ട് മുൻപോട്ട് പോകാതെ എന്തെങ്കിലും ഉണ്ട്, പുതിയതായിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്, ആ വ്യക്തിയെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വ്യക്തിയാണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് ഉണ്ടാകും, ഈദ് ഉണ്ടാകും, ഹാപ്പി ന്യൂ ഇയർ ഉണ്ടാകും. അതാണ് സഹോദരനെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കത്തി അധികം ഞാൻ നീട്ടുന്നില്ല. Just one thought I want to share with you from George Carlin, the senior leader here in Milwaukee. He was a Hollywood comedian in the 70s and 80s. And this is the message that he has for us. The paradox of our time in history is that we have taller buildings but shorter temples. We have wider freeways but narrower viewpoints. We spend more but have less. We buy more but enjoy less. We have bigger houses and smaller families, more conveniences but less time. We conquer outer space but not inner space. We have done larger things but not
better things. We have multiplied our possessions, but reduced our values. We talk too much, love too seldom, and hate too often. We build more computers to hold more information, to produce more copies than ever. More copies than ever, but we communicate less and less. A time when technology can bring this letter to you, and a time when you can choose either to share this insight or just hit delete. We have more degrees but less sense, more knowledge but less judgment, more experts yet more problems, more medicines but less wellness. We drink too much, smoke too much, spend recklessly, laugh too little, drive too fast, get too angry, stay up too late, get up too tired, read too little, watch TV too much, and pray too seldom. We have learned how to make a living, but not a life. We have added years to life, not life to years. We have been all the way to the moon and back, but have trouble crossing the street to meet a new neighbor. We have cleaned up the air, but polluted the soul. We have conquered the atom, but not our prejudice. We write more, but learn less. We plan more, but accomplish less. We have learned to rush, but not to wait. Thank you, Lord. I'm sure one thing or other is applicable to all of us. So, with these thoughts from George Carlin, the comedian of the 70s and 80s, I conclude my message. May Christmas happen to you every day of your life.